മാർക്കിന്റെ ബേസിൽ സ്ട്രീം എടുക്കുന്നതിനോട് സാറിന്റെ അഭിപ്രായം എന്താ? മാർക്കിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർക്കിന്റെ പ്രാധാന്യം വളരെ കുറഞ്ഞു വരികയാണ്. മാർക്കിന്റെ ബേസിൽ സ്ട്രീം എടുക്കുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ 90% എനിക്കറിയാം, പല സ്കൂളുകളിലും ഒരു 40 വർഷം മുമ്പ് തന്നെ ഞാൻ വർക്ക് ചെയ്ത ഒരു സ്ഥാപനത്തിലെ സ്കൂൾ ടോപ്പർ കോമേഴ്സ് ആണ് എടുത്തത്. കാരണം അവൻ അന്നേ അറിയാൻ പറ്റുന്നത്. അപ്പോൾ അവന് ചാർട്ടേഡ് അക്കൗണ്ടൻസിയും കോസ്റ്റ് അക്കൗണ്ടൻസിയും കമ്പനി സെക്രട്ടറിഷിപ്പും ക്ലിയർ ചെയ്തിട്ട് ഇന്ന് വളരെ ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പയ്യനാണ് അവൻ. അപ്പോൾ അതുകൊണ്ട് മാർക്കിന്റെ ബേസിസിൽ അവൻ അത്ര എടുത്തു. അതേസമയത്ത് അവന് 95% മാർക്കായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് 70% മാർക്കുള്ള കുട്ടികളും അതേ സ്ട്രീമിൽ പോയിട്ടുള്ള അവരും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷേ അതിലും കൂടുതൽ മാർക്കുള്ളവർ മറ്റു സ്ട്രീമിൽ പോയിട്ട് സക്സസ്ഫുൾ ആയവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാർക്കല്ല അതിനകത്തിൽ പ്രധാനമായിട്ട് ഒരു ക്രൈറ്റീരിയ. മാർക്കെന്ന് പറഞ്ഞാൽ അവന് ഏതെങ്കിലും അവൻ തേർഡ് ടൈമിൽ ഉഴപ്പിപ്പോയി, അല്ലെങ്കിൽ അവൻ വായിച്ചില്ല. നമ്മൾ കൂടുതലും നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് കാണാതെ പഠിച്ചെഴുതുമ്പോഴാണല്ലോ മാർക്ക് കിട്ടുന്നത്. അവന് കോൺസെപ്റ്റ് ഉണ്ടാവണമെന്നില്ല, കോമ്പിറ്റൻസി ഉണ്ടാവണമെന്നില്ല, അവയർനെസ് ഇല്ല. അപ്പൊ അങ്ങനെ കിട്ടുന്ന മാർക്കുകൾ. പിന്നെ നമ്മുടെ വാല്യുവേഷൻ സിസ്റ്റത്തിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഞാൻ വാല്യൂ ചെയ്യുന്ന പേപ്പറും ജീവൻ വാല്യൂ ചെയ്യുന്ന പേപ്പറും എന്തായാലും ഒരു 10% മാർക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ മാർക്ക് തീരെ പ്രാധാന്യം ഇല്ലെന്നല്ല. ഒരു കോഴ്സ് എടുക്കാൻ നേരത്ത് ഒരു 75% മാർക്ക് അബവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കോഴ്സിന് വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല.